പിന്നെ ഒരു അടിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ സ്നേഹത്തിലേക്ക് വരുന്ന ഒരു സ്പോൺസർ ചെയ്ത് പ്രിയപ്പെട്ടവരെ, ഇന്ന് ചുങ്കം റിയൽ റണ്ണേഴ്സിനോട് കൂടെ ഇന്ന് കൂടിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സുധീർ സാറാണ്. സുധീർ സാറിന് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ആ ശബ്ദം. ആകാശവാണി മഞ്ചേരി നിലയത്തിലെ അനൗൺസറാണ്. പ്രിയപ്പെട്ട സുധീർ സാറിനെ വളരെ സന്തോഷത്തോടു കൂടി റിയൽ റണ്ണേഴ്സിന്റെ ഈ ഇതിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സതീഷ് സാർ അല്ലേ, സതീഷ് സാറും ഇതുപോലെ ചന്ദനക്കാവുള്ളതാണ്. അദ്ദേഹം ഇതേപോലെ ഇതിനൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അദ്ദേഹത്തെയും ഈ റിയൽ റണ്ണേഴ്സിന്റെ ഈ ടീമിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ടു വാക്ക് പറയുന്നതിന് വേണ്ടി സുധീർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ ഒരു 10-35 വർഷത്തെ ഒരു മുമ്പുള്ള പരിചയമാണ്. അന്ന് കേരളോത്സവത്തിന്റെ വളരെ ഊർജ്ജസ്വലമായി നടന്നൊരു കാലമാണ്. എല്ലാ പരിപാടികളും കായികവും കലാപരമായിട്ട് എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 95-90 കാലഘട്ടത്തിൽ. അപ്പൊ സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ വലിയ ശത്രുക്കളായിരുന്നു. ഇവിടെ പൂളമംഗലത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ഒരു ടീം ചന്ദ്രകാവില ക്ലബ്ബ് വന്നിട്ട് അവതരിപ്പിച്ച പരിപാടിയിൽ പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോ ഇവർക്ക് സ്വാഭാവികമായിട്ട് നാട്ടുകാരാണല്ലോ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പൊ സത്യം പറഞ്ഞ അടിയുണ്ടായി, അടിച്ചു പിരിഞ്ഞ ആൾക്കാരാണ്. പക്ഷെ കരീമും ഒക്കെ പിന്നീട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി മാറി. ഞങ്ങളുടെ അമ്പലക്കുളത്തിൽ മാല പോയപ്പോ വന്ന് മുങ്ങിയെടുത്തത് കരീമാണ്, നമ്മുടെ ചുങ്കം കരീമാണ് വന്ന് മുങ്ങിയെടുത്തത്. അതെ അതെ. അപ്പൊ ആ രീതിയിൽ പിന്നെ ഒരു അടിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ സ്നേഹത്തിലേക്ക് വരുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. എന്നാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു മഞ്ഞപ്പട ഇങ്ങനെ കാണുമ്പോൾ. ഞാൻ ഔചാരികമായിട്ട് ഇങ്ങനെ പോയപ്പോഴാണ് ഇന്നലെ മിനിയെന്നാണ് ഇങ്ങനെ ഒരു സംഘം ഇവിടെ ഉള്ളതായിട്ടും ഓടുന്നതായിട്ടൊക്കെ മനസ്സിലായത്. എന്തായാലും ചുങ്കൻ റിയൽ റണ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ മാതൃകയാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് ആരോഗ്യവും ഒപ്പം സ്നേഹവും കൊണ്ട് കിടക്കുക എന്നുള്ളതാണ് അതിനകത്ത്. ആരോഗ്യം മാത്രമല്ല, മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കുന്ന, പരസ്പരം ഇഴുകിച്ചേരുന്ന ഒരു വലിയ കൂട്ടായ്മയായിട്ട് ചുങ്കത്തുള്ള ഈ സംഘം മാറിയിരിക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വഴി തെരഞ്ഞെടുത്തതാണ് മേക്ക് ദ ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന് പറയും. സൂര്യൻ പ്രകാശിക്കുമ്പോൾ വൈക്കോല് ഉണക്കിയെടുക്കാന്ന് പറയില്ലേ. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഈ ഒരു അവസരം നമ്മൾ വലിയൊരു വികസന പാതയിലാണ് നമ്മളുള്ളത്. ഈ 6 വരി പാത കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. ഈ കിട്ടിയ അവസരത്തിൽ ഇവിടെ ഓടാനുള്ള മാർഗം കൂടിയാക്കി മാറ്റിയത് വലിയൊരു പ്രൊജക്ഷനാണ്. നമ്മുടെ റോഡ് ആൾക്കാർ മുഴുവൻ ഉപയോഗിക്കുന്നു. ഈ രീതിയിൽ ഒരു ഉപയോഗം റോഡിനുണ്ട് എന്നുള്ളത് വലിയൊരു കണ്ടെത്തലും കൂടെയാണ്. അപ്പം ആരോഗ്യവും സ്നേഹവും ഒരുമയും പങ്കിടുന്ന ഈ വലിയ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുള്ള സ്നേഹമുണ്ട്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. തുടർന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഇവരാ അന്നത്തെ ആ ശത്രുതയിൽ വരാൻ കാരണം വേറൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ എന്താണ് ഏറ്റവും അടുത്ത ഫ്രണ്ട്സുകളാണ്. അതിന് ശേഷം ഞങ്ങൾ വളരെ ഒരു 18 വയസ്സിന്റെ മുന്നുള്ള കാലഘട്ടം പറഞ്ഞിട്ടാ, പ്രായപൂർത്തിയാവാത്ത ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം പറഞ്ഞില്ല. ഓക്കെ, ഇന്ന് ഞങ്ങളെ അപ്പോ പ്രിയപ്പെട്ടവരെന്നേ നമുക്ക് ഹക്കീം കരിങ്കപ്പാറയും ടീമും കൂടി കയറി നല്ലൊരു അവൽ മിൽക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി നമുക്കുണ്ട്. ഇന്നത്തെ ഞായറാഴ്ച പൊളിച്ച് സൂപ്പറായി. മൈക്കടിയാണ്.